പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമുക്കൊരു പുതിയ മാർപ്പാപ്പയോ 14ാമൻ മാർപ്പാപ്പയെ നമുക്ക് സ്വർഗം നൽകിയതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ശരിക്കും കത്തോലിക്ക സഭയുടെ ശരിക്കും ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധ പിതാവിൻ്റെ കീഴിൽ നമ്മളൊരു കൂട്ടമായിട്ട് നിങ്ങൾ നോക്കുക സഹോദരങ്ങളെ, എത്ര കോടി ജനങ്ങളാണ് ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നത് അല്ലേ. നമുക്ക് പരിശുദ്ധ പിതാവിൻ്റെ അതുപോലെ തന്നെ കത്തോലിക്ക സഭയുടെ പ്രാദേശിക കൂട്ടായ്മകളാണ് ഇടവകകൾ, ഫൊറോനകൾ, അതുപോലെ രൂപതകൾ. അപ്പോൾ അവിടെ എല്ലാം ഈ കൂട്ടായ്മയും വിധേയത്വവും അനുസരണവും ഒക്കെ നിൽക്കുമ്പോഴാണ് അതൊരു അഭിഷേകം. ഇപ്പോൾ ഒരു കുടുംബത്തിലെ അപ്പൻ അല്ലെങ്കിൽ അമ്മ അവരോട് മറന്നിരിക്കുന്ന മക്കളാണെങ്കിൽ അവിടെ വളർച്ചയില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം റോമ 12:10, നിങ്ങൾ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുവിൻ. സഹോദര തുല്യം. ചിലപ്പോൾ നമുക്ക് സഹോദര തുല്യം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പോലും മനസ്സിലാകണമെന്നില്ല. കാരണം സഹോദരങ്ങൾ തമ്മിൽ വഴക്ക് വക്കാണൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ വളർന്ന കുട്ടികളാണെങ്കിൽ സഹോദര തുല്യം സ്നേഹിക്കുക എന്ന് പറഞ്ഞ് വഴക്കിലും വക്കാണത്തില്ല. അങ്ങനെയല്ല സഹോദരങ്ങളെ. ശരിക്കും എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന എൻ്റെ സഹോദരനാണ്, എൻ്റെ കൂടപ്പറപ്പാണ്, അങ്ങനെ ഒരു ചിന്തയാണ് അത്. ശരിക്കും അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വളർന്നവരല്ല എങ്കിൽ ഇത് എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളത് ശരിക്കും പരിശുദ്ധാത്മാവ് തന്നെ പഠിപ്പിക്കേണ്ടതായിട്ട് വരും അല്ലേ. ഹല്ലേലൂയ. തുടർന്ന് പറയാണ്, പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. അത് പ്രിയ സഹോദരങ്ങളെ, ചെറിയവരായിക്കോട്ടെ വലിയവരായിക്കൊള്ളട്ടെ, ബഹുമാനത്തിൻ്റെ ഒരു ഭാഷ നമുക്ക് അറിയില്ലെങ്കിൽ ശരിക്കും ഈശോയോട് പ്രാർത്ഥിക്കുക, കർത്താവേ എന്നേക്കാളും വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും അവരെ ബഹുമാനിക്കാനായിട്ടുള്ള ഒരു കൃപ ഒരു അധ്യാപകന് വിദ്യാർത്ഥിയെ ബഹുമാനിക്കാൻ പറ്റും, ഒരു വിദ്യാർത്ഥിക്ക് വികാരിച്ചനെ ബഹുമാനിക്കാൻ പറ്റും, ഒരു വികാരിച്ചനെ ഇടവകജനത്തെ ബഹുമാനിക്കാൻ പറ്റും. അതിൻ്റെ അർത്ഥം ശാസിക്കാൻ പാടില്ല എന്നല്ല, ശാസ്ത്രീയ ഒരു ഭാഗത്ത് നടക്കും, പക്ഷേ ഒരു ബഹുമാനിക്കാനായിട്ടുള്ള ഒരു അഭിഷേകമാണ് പ്രിയ സഹോദരങ്ങളെ. നമുക്ക് അത്തരത്തിലുള്ളൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലിയോ മാർപ്പാപ്പയെ ഓർത്ത് നന്ദി പറഞ്ഞ് നാളത്തെ സാബത്ത് ദിനത്തിലെ ബലി അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്ന രക്ഷിതാവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.